ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഞാൻ ഇതുവരെ ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണിത്. ഇതിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ആയി. പിന്നെ അത് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിയാവും. എനിക്കങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് ഭയങ്കര മടിയായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് റൂമത്തെ AC ഓഫ് ചെയ്ത് നേരെ താഴെ പോയി പല്ല് തേച്ച് രാവിലത്തെ ഫുഡ് അങ്ങ് കഴിച്ചു. മക്കറോണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി മക്കറോണി ആയിരുന്നു. അത് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഉച്ചക്കത്തെ ചോറ് എന്നെ പുറത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. ചോറ് പാർസൽ കൊണ്ടുവരാൻ ചെയ്ത്. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം കപ്പയും കട്ടനും കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, കപ്പയും കട്ടനും കഴിക്കാം. ഞാൻ അത് വൃത്തിയാക്കി കൊണ്ടുവയ്ക്കും കേട്ടോ. കപ്പ വൃത്തിയാക്കാൻ ഭയങ്കര പണിയാണ്. അതായത് അത്രയും മൂപ്പുള്ളൊരു കപ്പയായിരുന്നു കേട്ടോ അത്. നല്ല മൂത്ത കേൾക്കാന്ന് തോന്നുന്നു അല്ലേ? എന്താ കണ്ട നല്ല തരി പോലത്തെ. ഇവിടെ അങ്ങനെ കേങ്ങൊന്നും ഉണ്ടാക്കല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തിന്നണമെന്ന് തോന്നി. അങ്ങനെ ഒന്ന് വാങ്ങിയതാണ്. നല്ലവണ്ണം കഴുകണം, കഴുകെല്ലാം നോക്കണം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അപ്ലോഡ് ചെയ്തോ, ഇതൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തോന്ന് ആളെന്നെ കേട്ടോ പറഞ്ഞത്. അങ്ങനെ അവിടെ ഫുള്ള് കട്ട് ചെയ്ത് അതൊക്കെ വൃത്തിയാക്കി കേട്ടോ. അവിടുത്തെ കപ്പയുടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫുള്ള് വൃത്തിയാക്കി. അപ്പോൾ പിന്നെ അത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചു. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ? ഉപ്പിട്ട് കൊടുക്കാം. എത്ര വേണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ? ഇനി കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. അത് ഗ്യാസിൽ വെച്ച സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. പിന്നെ അവർ പുറത്ത് പോയി വന്നപ്പോൾ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ചു. ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ പാൽക്കട്ട ഉണ്ടായിരുന്നു. എനിക്ക് ഈ ടൈമിൽ ഇതൊക്കെ തിന്നാൻ ഭയങ്കര ക്രേവിങ്സാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോഴത്തേനും കപ്പയായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കേട്ടോ. അങ്ങനെ പുഴുങ്ങി വെച്ച കപ്പ പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് പിന്നെ നെയ്യ് പൊട്ടിച്ച് അതിലേക്ക് കായ്മുളകും കടുകും പിന്നെ കരിവേപ്പിലയും ഇട്ടിട്ട്
നന്നായിട്ട് കപ്പ ഇടിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് ഇടിച്ചെടുത്ത കപ്പയും അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടയും അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നത്തെ ഈവനിങ് എന്താ പറയുക, ചായയും പിന്നെ കപ്പയും അതിൻ്റെ കൂടെ നല്ല മഴയും ഉണ്ടായിരുന്നു. മഴ എനിക്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. മണിയായപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി, അതായത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ നേരെ ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിലേക്ക് പോയി. അതിന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ബൈക്കിലാട്ടോ ഞങ്ങൾ പോയത്. അതിനുശേഷം ഞാനും പോയി. ഒരു 7 മണിയായിരുന്നു രാത്രി. പിന്നെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടല്ലോ വെച്ച് ഞാനും കൂടി പോയി. അങ്ങനെ അവിടെ പിന്നെ ഡോക്ടർ വെയിറ്റ് ചെയ്തിരുന്നു. ഡോക്ടർ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കാണിച്ച് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല പൊറോട്ടയും ചിക്കൻ ചില്ലിയും പിന്നെ കോഫിയും കുടിച്ചു. ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേണമെങ്കിൽ ആ വീഡിയോസിന് വേണ്ടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.